നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ₹1000 ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനൊടുവിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. മുതുകാട് തെക്കുംപാടം സ്വദേശി സുജിത്ത്, കൂറ്റമ്പാറ ചെറായി സ്വദേശി ശ്രേയസ് ദാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിർത്തലാക്കിയ നിലമ്പൂർ റെയിൽവേ പാർസൽ സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നു. നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് ഡിവിഷനിൽ CPIM ഗൃഹ സന്ദർശനം നടത്തി. മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 98ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. ₹1000 ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനൊടുവിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. മുതുകാട് തെക്കുംപാടം സ്വദേശി സുജിത്ത്, കൂറ്റമ്പാറ ചെറായി സ്വദേശി ശ്രേയസ് ദാസ് എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനു BSന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വല്ലപ്പുഴ സ്വദേശി കൈപ്പഞ്ചേരി അനു ഫർസീനാണ് പരിക്കേറ്റത്. നിലമ്പൂർ പാട്ടുത്സവ നഗരിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുടുംബസമേതം പാട്ടുത്സവം കാണുവാൻ എത്തിയതായിരുന്നു പരാതിക്കാരൻ. 2 ദിവസം മുൻപ് സുജിത്ത് പരാതിക്കാരന്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ₹1000 ചൊല്ലി സുജിത്തും പരാതിക്കാരനും തമ്മിൽ വാക്തർക്കമുണ്ടായിരുന്നു. ഇന്നലെ കുടുംബസമേതം പാട്ടുത്സവം കാണാനെത്തിയ പരാതിക്കാരനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ശ്രേയസ് പിടിച്ചുവെക്കുകയും സുജിത്ത് കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ച പരാതിക്കാരന്റെ പുറത്ത് ആഴത്തിൽ മുറിവേറ്റു. രക്ഷപ്പെടുവാനായി ഓടിയ പരാതിക്കാരനെ പിന്തുടർന്ന് ആക്രമിക്കുവാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഇടപെട്ട് പ്രതികളെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ പരാതിക്കാരനെ ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചു. സംഭവത്തിന് ശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ വണ്ടൂരിൽ വെച്ചാണ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. സുജിത്ത് മുൻപും അടിപിടി കേസിൽ ഉൾപ്പെട്ടയാളാണ്. സുഹൃത്തിനെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശ്രേയസിനെതിരെ 2 ആഴ്ച മുൻപ് നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ജിയോ ജേക്കബ്, സജീഷ് പി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സബ് റീജിയൻ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU മലപ്പുറം ജില്ലാ സെക്രട്ടറി സൂര്യപ്രകാശ് C ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹാൾട്ട് ചെയ്യാൻ സ്ഥലമില്ല, അവർക്ക് പെർമിറ്റില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ നിലമ്പൂർ പ്രദേശത്തിനകത്ത് പെർമിറ്റുള്ള വാഹനങ്ങൾ കൊണ്ട് ഓടിയിരുന്ന ആളുകളാണ്. ഈ ജനങ്ങൾ ഈ തൊഴിലാളികളോടൊപ്പം നിന്നിരുന്ന ആളുകളാണ്. ആ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ പെർമിറ്റുകളെല്ലാം തന്നെ അവർ വേണ്ട ആളുകൾക്ക് വിറ്റ് ഇപ്പൊ അവർ ഇലക്ട്രിക് വാഹനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച ഈ കൂടെ നിന്ന തൊഴിലാളികളോട് ഒരാത്മാർത്ഥതയും ഇല്ലാത്ത രീതിയിൽ ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ടാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ തൊഴിലാളികൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അനധികൃതമായി പെർമിറ്റില്ലാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കും മറ്റു ഓട്ടോ വാഹനങ്ങൾക്കും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതികൾ കൊടുത്ത അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കാത്തതിന്റെ പേരിലാണ് ഈ സൂചനാ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സെക്രട്ടറി ആഷിഫ് TMS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു.
ബാലൻ കൊണ്ടോട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. റിയാസ് കാവാട്, മജീദ് ബാബു, ഷൗക്കത്ത് മുക്കട്ട, അബു മുതുകാട്, സുബ്രഹ്മണ്യൻ എം, ബാബ അഷ്റഫ്, ഫൈസൽ തയ്യൽ, ഇ.ഡി. മത്തായി, ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി. നിർത്തലാക്കിയ നിലമ്പൂർ റെയിൽവേ പാർസൽ സർവീസ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നു. അടുത്ത മാസം 4 നടക്കുന്ന ഔദ്യോഗിക യോഗത്തിൽ പാർസൽ സർവീസ് ഉപയോഗിക്കുന്നവരുടെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. നമ്മുടെ റെയിൽവേയുടെ ഒരു ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ജനുവരി 4-ാം തീയതി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ കൂടുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള ഒരു മീറ്റിംഗാണ്, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിംഗാണ്. അപ്പോൾ അന്നത്തേക്ക് നമുക്ക് നിലമ്പൂരിലുള്ള പാർസൽ സർവീസ് വർഷങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. ഒരു 10 വർഷമായിട്ട് പാർസൽ സർവീസ് നിലമ്പൂരിൽ ഡയറക്റ്റ് ബുക്കിങ്ങുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേയുടെ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ടുന്നത് അതല്ലല്ലോ. നമുക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചോളം, അതായത് നിലമ്പൂരുള്ള വ്യാപാരികളെ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചോളം നമ്മളുടെ സാധനങ്ങൾ കാശ് കുറച്ചിട്ട്, അതായത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എത്തിക്കേണ്ട സാധനങ്ങളിൽ എത്തിക്കിട്ടുക എന്നുള്ളത്, അതുപോലെ നമ്മൾക്ക് വരുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് നമുക്ക് വളരെ പെട്ടെന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിലമ്പൂർ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇതിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് റെയിൽവേക്ക് ഒരു അവരെ ചോദിക്കുന്നത് എത്ര ക്വാണ്ടിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, എന്തുമാത്രം ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്, എത്ര ആൾക്കാർ ഈ സാധനങ്ങൾ അയക്കാനായിട്ട് റെഡി ആയിട്ടുള്ളതുണ്ട്, ആ ഒരു ഡേറ്റ അവർക്ക് ആവശ്യമാണ്. നിലമ്പൂർ റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെയും DRUCC അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. വ്യാപാരികൾ, വ്യവസായികൾ എന്നിവർ നിലമ്പൂർ റെയിൽവേ പാർസൽ സർവീസ് ഉപയോഗിക്കുന്നതിലൂടെ ഗുണം ലഭിക്കുന്നതോടൊപ്പം റെയിൽവേയുടെ വരുമാനത്തിലും വർധനവുണ്ടാകും. ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് നിലമ്പൂരിൽ പ്രാഥമിക യോഗം വിളിച്ചു ചേർത്തത്. DRUCCയിൽ പ്രിയങ്ക ഗാന്ധി MP-യുടെ പ്രതിനിധിയായ ജോഷുവ കോശി, PV അബ്ദുൽ വഹാബ് MP-യുടെ പ്രതിനിധിയായ അനസ് അത്തിമണ്ണിൽ, റെയിൽവേ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ജോർജ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. നിലമ്പൂർ നഗരസഭയിലെ രാമങ്കുത്ത് ഡിവിഷണൽ CPIM ഗൃഹസന്ദർശനം നടത്തി. ജനസമ്പർക്കവുമായി CPIM UDF കുപ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചുകൊണ്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായാണ് രാമങ്കുത്ത് ഡിവിഷനിൽ ഗൃഹസന്ദർശനം നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളോട് വിശദീകരിക്കാനും ജനങ്ങളിൽ നിന്ന് പഠിക്കാനും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് CPIM-ന്റെ പ്രവർത്തകന്മാർ വീടുകളിൽ പോയി വീട്ടിലുള്ള ആളുകളെ കണ്ട് സംസാരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ചില വീടുകളിൽ നിന്ന് സന്ദർശിക്കേണ്ടായി. വീടുകളിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് തീർച്ചയായും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തീർച്ചയായും ജനങ്ങൾക്കിടയിൽ വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും വളർത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. CPIM ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, ഏരിയ സെന്റർ കക്കാടൻ റഹീം, T. അഷ്റഫ്, ഉണ്ണി മൊയ്ൻ തുടങ്ങിയ നേതാക്കൾ സന്ദർശനത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. ജില്ലയിലെ 111 CDSകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അയൽക്കൂട്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പോടെ നടപടികൾക്ക് ഔദ്യോഗിക തുടക്കമായി. അയൽക്കൂട്ടം മുതൽ CDS വരെയുള്ള സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പുതിയ നേതൃനിരയെ വാർത്തെടുക്കുന്നതിനുമായി 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത്. ഓരോ അയൽക്കൂട്ടത്തിലും പ്രസിഡന്റ്, സെക്രട്ടറി, ഉപജീവന ഉപസമിതി കൺവീനർ, സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ, അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ എന്നിവരടങ്ങിയ 5 അംഗ ഭരണസമിതിയാണ് തിരഞ്ഞെടുക്കുന്നത്. CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, CDS അംഗങ്ങൾ, ADS ഭാരവാഹികൾ, സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത് വായ്പാ കുടിശ്ശികയില്ലാത്തവരായിരിക്കണം. കുടുംബശ്രീയിൽ നിന്നുള്ള ലിങ്കേജ് വായ്പ, ബൾക്ക് വായ്പ, CEF പോലെ CDSൽ നിന്നും നൽകുന്ന വായ്പകളിന്മേൽ കുടിശ്ശികയുള്ളവരോ കുടുംബശ്രീയിൽ നിന്നും നിലവിൽ പ്രതിമാസ ഓണറേറിയമോ ശമ്പളമോ കൈപ്പറ്റുന്നവർക്കും ഇത്തവണ മത്സരിക്കാനാവില്ല. ഒരാൾക്ക് 2 തവണ മാത്രമേ CDS ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അനുവാദമുണ്ടാകൂ. ജനുവരി 22 മുതൽ 28 വരെ അയൽക്കൂട്ട അധ്യക്ഷന്മാർക്കുള്ള പരിശീലനവും ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പും നടക്കും. തുടർന്ന് ഫെബ്രുവരി 7 മുതൽ 11 വരെ ADS തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരി 20 CDS തെരഞ്ഞെടുപ്പ് നടക്കും. ഫെബ്രുവരി 21 പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കും. കുഴഞ്ഞു
വീണുള്ള മരണങ്ങളും മറ്റും കൂടി വരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കി ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ JRC ഏകദിന സഹവാസ് ക്യാമ്പ് നടത്തി. സ്കൂൾ ഡെപ്യൂട്ടി HM ബിജു KT ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ IRCS ട്രെയിനറും CDRT മലപ്പുറം അംഗവുമായ ഉവൈസ് സാദിഖ്, ഹിപ്നോട്ടിക് കൗൺസിലർ പ്രീത സുജിത് എന്നിവർ കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകി. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 39 കേഡറ്റുകൾ ഉൾപ്പെടെ 100 JRC കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഗീത T, SRG കൺവീനർ K സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. JRC കൗൺസിലർമാരായ സുധാ PV സ്വാഗതവും സ്മിത നന്ദിയും പറഞ്ഞു. മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 98ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സബരിയ 2026 ആര്യടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AP അനിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മൈമൂന പടുപ്പുങ്ങൽ, VP അബ്ദുൾ റഷീദ്, റസിയ മോൾ മൂർഖൻ, ഉമ്മർ മുണ്ടയിൽ, SMC ചെയർമാൻ TN ആസാദ്, MPTA പ്രസിഡന്റ് റംല ഫിറോസ്, സീനിയർ അസിസ്റ്റന്റ് ജോജി ഫ്രാൻസിസ്, സ്കൂൾ ലീഡർ ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MV റീന സ്വാഗതവും പ്രധാനാധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാളി നന്ദിയും പറഞ്ഞു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അഷ്റഫ് C, സാബിര KM എന്നിവർക്കുള്ള ഉപഹാരം MLA നൽകി. വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്തിനും കക്കാടംപൊയിലിനുമിടയിലുള്ള ഉൾവനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ട്രോമ കെയർ വോളണ്ടിയർമാർ പുറത്തെത്തിച്ചു. മലയടിവാരത്തിന് സമീപം കണ്ടെത്തിയ മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടായിരുന്നു. വനത്തിനുള്ളിലെ ദുർഘടമായ പാതകളും പുഴകളും താണ്ടി മൃതദേഹം പുറത്തെത്തിക്കുവാൻ നിലമ്പൂർ പോലീസ് ട്രോമ കെയർ യൂണിറ്റിന്റെ സഹായം തേടുകയായിരുന്നു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ നിലമ്പൂർ യൂണിറ്റ് ലീഡർ ജംഷീദ് പാടിക്കുന്നിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ഡാനിഷ് മമ്പാട്, എടക്കര യൂണിറ്റിലെ റസാഖ്, ERF അംഗം എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. പോലീസിന്റെയും വനംവകുപ്പിന്റെയും സഹകരണത്തോടെ അതിസാഹസികമായാണ് മൃതദേഹം പുറത്തെത്തിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ട്രോമ കെയർ പ്രവർത്തകരുടെ സമയോചിതവും ധീരവുമായ ഇടപെടലിനെ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.